ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 49-ാമത്തെ കഥയായ പൃഥുവിൻ്റെ രാജാഭിഷേകം. അതിനുശേഷം ഋഷികൾ വേനരാജാവിൻ്റെ 2 കൈകളും കടഞ്ഞു. അതിൽ നിന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും ജനിച്ചു. അവർ ദേവാംശമാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മവാദികളായ ആ മുനിശ്രേഷ്ഠന്മാർ സന്തോഷിച്ചു. ആൺകുഞ്ഞ് ലോകസംരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെയും പെൺകുഞ്ഞ് മഹാലക്ഷ്മിയുടെയും അംശമായിരുന്നു. ആൺകുട്ടി പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായ ആദ്യ രാജാവാകുമെന്നും പെൺകുട്ടി മഹാലക്ഷ്മിയുടെ അംശമാകയാൽ അർച്ചി എന്ന പേരിൽ രാജാവിൻ്റെ പത്നീപദം സ്വീകരിക്കുമെന്നും അവരറിഞ്ഞു. 2 പേരും ലോകരക്ഷയ്ക്കായി അവതരിച്ചവരാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മാവും ദേവന്മാരും അവിടെ എത്തി. വേനപുത്രൻ്റെ വലതുകൈയിൽ ഭഗവത് ചിഹ്നമായ ചക്രരേഖയും പാദങ്ങളിൽ പത്മചിഹ്നവും കണ്ട് ശ്രീഹരിയാണെന്ന് അറിഞ്ഞു. ബ്രഹ്മവാദികളായ ബ്രാഹ്മണർ പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു. സർവ്വദിക്കുകളിൽ നിന്നും ധാരാളം ആളുകൾ അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, പക്ഷിമൃഗാദികൾ, സ്വർഗം, ഭൂമി എന്നീ സർവ്വഭൂതങ്ങളും രാജാവിന് കാഴ്ചദ്രവ്യം കൊണ്ടുകൊടുത്തു. അഭിഷേക മുഹൂർത്തം അടുത്തു. സർവാലങ്കാര വിഭൂഷിതനായി രാജാവും പട്ടുടുത്ത് ആഭരണങ്ങളണിഞ്ഞ് ഒപ്പം അർച്ചിസും അഭിഷിക്തരായി മറ്റൊരഗ്നിയെപ്പോലെ ശോഭിച്ചു. രാജാവിന് കുബേരൻ സ്വർണ്ണ സിംഹാസനവും വരുണൻ വെൺകൊറ്റക്കുടയും നൽകി. വായുദേവൻ ചാമരങ്ങളും ധർമ്മൻ ദിവ്യമാലയും ഇന്ദ്രൻ ഉത്കൃഷ്ടമായ കിരീടവും യമൻ ഇരുമ്പുദണ്ഡവും ബ്രഹ്മാവ് കവചവും സരസ്വതി മുത്തുമാലയും ഹരി സുദർശന ചക്രവും മഹാലക്ഷ്മി സമ്പത്തും നൽകി. രുദ്രൻ വാളും പാർവതി പരിചയും ചന്ദ്രൻ കുതിരകളും ത്വഷ്ടാവ് തേരും കൊടുത്തു. അഗ്നി വില്ലും സൂര്യൻ രശ്മിമയങ്ങളായ ദിവ്യാസ്ത്രങ്ങളും ഭൂമി ഇച്ഛിക്കുന്നിടത്ത് എത്തുന്ന മെതിയടിയും ദ്യോവ് പുഷ്പസമൃദ്ധിയും സമുദ്രം ശംഖും നൽകി. രാജാവ് ഉപഹാരങ്ങൾ സമ്മാനിച്ചവരോട് നന്ദി രേഖപ്പെടുത്തി. സുതമാഗത സൗമ്യവന്തികൾ സ്തുതിക്കാനൊരുങ്ങിയപ്പോൾ പൃഥു അവരെ തടഞ്ഞു. തന്നെ സ്തുതിക്കരുതെന്നും ഭഗവാനെ സ്തുതിക്കുവാനും നിർദ്ദേശിച്ചു. താൻ മഹത് ഗുണങ്ങൾ ഉണ്ടാക്കാൻ ശക്തനാണെങ്കിലും ഉണ്ടാകാത്ത ഗുണങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കരുതി തന്നെ സ്തുതിക്കുന്നത് ശരിയല്ല. എൻ്റെ ഗുണങ്ങൾ വ്യക്തമായ ശേഷം മാത്രം എന്നെ സ്തുതിക്കുക. അതാണ് എനിക്കിഷ്ടം. ഭാവിയിൽ കീർത്തി നേടുമെന്ന് കരുതി ആരും ആരെയും സ്തുതിക്കരുത്. മഹാന്മാർ പ്രസിദ്ധരാണെങ്കിലും തങ്ങളെപ്പറ്റി പ്രശംസിച്ച് സ്തുതിക്കുന്നത് ചീത്ത പ്രവൃത്തിയായി കരുതുന്നു. ഞങ്ങൾ ശ്രേഷ്ഠകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ലോകത്തിൽ അറിയപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങളെപ്പറ്റി പുകഴ്ത്തിപ്പാടി സ്തുതിക്കുവാൻ കഴിയും? പൃഥുവിൻ്റെ അമൃതവാക്കുകൾ എല്ലാവരും വേണ്ടുവോളം പാനം ചെയ്ത് സന്തോഷിച്ചു. സത്യം തുറന്നു പറഞ്ഞ രാജാവിനെ മുനിമാരുടെ പ്രേരണ മൂലം ചാരണന്മാർ സന്തോഷത്തോടെ പാടി സ്തുതിച്ചു. വേനപുത്രനായ പൃഥുവിൻ്റെ മഹിമ വർണ്ണിക്കുവാൻ ആരെക്കൊണ്ടുമാകില്ല. അങ്ങയുടെ പരാക്രമങ്ങൾ ബ്രഹ്മാദികൾക്കു പോലും അറിയുവാൻ ബുദ്ധിമുട്ടാണ്. ശ്രേഷ്ഠനായ രാജാവ് ധർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ധർമ്മമര്യാദകൾ പാലിക്കും. അധർമ്മികളെ ശാസിക്കും. അദ്ദേഹം എല്ലാ മൂർത്തികളെയും ആവശ്യമനുസരിച്ച് സ്വശരീരത്തിൽ ധരിക്കും. സർവഭൂതങ്ങളോടും സമഭാവത്തോടെ വർത്തിക്കും. പ്രജകളിൽ നിന്ന് യഥാകാലം ധനം എടുക്കുകയും അവർക്ക് ആവശ്യം പോലെ നൽകുകയും ചെയ്യുന്നു. അദ്ദേഹം കൃപയുള്ളവനും ഭൂമിയെപ്പോലെ ക്ഷമാശീലനുമാണ്. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഇന്ദ്രൻ്റെ അധികാരം പിടിച്ചെടുത്ത് സഹായിക്കും, മഴ പെയ്യിക്കും. രാജാവ് സാക്ഷാൽ ഹരിയുടെ അവതാരം തന്നെയാകുന്നു. അങ്ങ് ഏവരെയും പുഞ്ചിരി തൂകി കടാക്ഷിച്ച് ആനന്ദിപ്പിക്കുന്നു. അങ്ങ് രഹസ്യമാർഗത്തിലൂടെ പ്രവർത്തിക്കുന്നവനും പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കാത്തവനുമാകുന്നു. സമ്പത്തുകൾ സൂക്ഷിച്ച് അനന്ത മഹാത്മ്യത്തോടെ സർവഗുണങ്ങൾക്കും ആശ്രയഭൂതനായി വിരാജിക്കുന്നു. വേനാഗ്നിയിൽ നിന്നും അവതരിച്ച അങ്ങയെ അതിക്രമിക്കുവാൻ ആർക്കും കഴിയില്ല. ശത്രുക്കൾക്ക് കീഴടക്കുവാനോ എതിർക്കുവാനോ എളുപ്പം സാധിക്കില്ല. ചാരക്കണ്ണുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം അറിയുവാൻ പ്രയാസമില്ല. വായുവിനെപ്പോലെ ഉദാസീനനായി വർത്തിക്കുവാൻ കഴിയുന്നു. തെറ്റ് ആരു ചെയ്യുന്നത് കണ്ടാലും അദ്ദേഹം സഹിക്കില്ല. പുത്രനാണെങ്കിൽ പോലും കടുത്ത ശിക്ഷ തന്നെ നൽകും. കുറ്റം ചെയ്യാത്തവൻ ശത്രുപുത്രനാണെങ്കിലും അവനെ എങ്ങനെയും രക്ഷിക്കും. ദൃഢവ്രതനും സത്യസന്ധനും ബ്രഹ്മണ്യനും സർവഭൂത ശരണ്യനും എല്ലാവരെയും മാനിക്കുന്നവനും ദീനദയാലുവുമാണ് അങ്ങ്.
പരസ്ത്രീകളെ അമ്മയെപ്പോലെ ആദരിക്കും. സ്വപത്നിയെ ശരീരാർത്ഥം പോലെ സ്നേഹിക്കും. പ്രജകളെ പിതാവിനെ പോലെ സ്നേഹിക്കും. ബ്രഹ്മജ്ഞന്മാരെ ആദരപൂർവം സേവിക്കും. അങ്ങ് സകലർക്കും ആത്മാവ് പോലെ പ്രിയപ്പെട്ടവനും സുഹൃത്തുക്കൾക്ക് ആനന്ദം നൽകുന്നവനും ദുഷ്ടന്മാർക്ക് യമതുല്യനുമാകുന്നു. അവിടുന്ന് ഭൂമണ്ഡലം മുഴുവൻ പരിപാലിക്കും. തൻ്റെ രഥത്തിലേറി ചാപധാരിയായ പൃഥ്വിക്ക് രക്ഷകനായി പ്രദക്ഷിണം ചെയ്യിക്കും. അങ്ങേക്ക് സമാന്തന്മാരെയെല്ലാം കപ്പം നൽകും. അവരുടെ പത്നിമാർ രാജാവിനെ ഭഗവാന്റെ അംശമാണെന്ന് അറിയുന്നു. പ്രജാപതിക്ക് തുല്യനായ രാജാവ് ഗോരൂപിണിയായ ഭൂമിയെ കറന്ന് ജനങ്ങൾക്ക് ജീവിക്കുവാൻ ഉപായം കണ്ടെത്തും. വില്ലുകൊണ്ട് ഭൂമിയെ നിരത്തി സമതലമാക്കും. പൃഥുവിൻ്റെ വില്ലിൻ്റെ മുഴക്കം കേട്ട് ദുഷ്ടന്മാർ ഭയന്ന് ഒളിക്കും. അങ്ങ് 100 അശ്വമേധങ്ങൾ ചെയ്യും. യാഗഭൂമിയിൽ സരസ്വതി പ്രത്യക്ഷപ്പെടും. 100 യാഗം ചെയ്ത് ഇന്ദ്രൻ അസൂയമൂത്ത് അവസാനത്തെ യാഗം ചെയ്തുകൊണ്ടിരിക്കെ രാജാവിൻ്റെ കുതിരയെ അപഹരിക്കും. സർവജ്ഞനായ സനൽകുമാരനെ പ്രാപിച്ച് ബ്രഹ്മജ്ഞാനം നേടും. പ്രജകൾ പൃഥുവിനെ വിക്രമങ്ങൾ പാടിപ്പുകഴ്ത്തും. രാജാവ് സ്വതേജസ്സുകൊണ്ട് ദ്രോഹികളെയെല്ലാം നശിപ്പിച്ച് ദിക്കുകളെയെല്ലാം ജയിച്ച് ഭൂമിയുടെ നാഥനായി പരിലസിക്കും. പൃഥുരാജാവ് തൻ്റെ ഗുണങ്ങൾ കേട്ട് സന്തോഷിച്ചു. സ്തുതി പാഠകന്മാർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.